ഇതേ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളില്ലേ, അവിടെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റൈറ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഒരു ഇത്തിരി വീതം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കളർ മാറുമ്പോൾ മീഡിയം സൈസിലുള്ള 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം ആ സവാളയിലൊക്കെ കിടന്ന് കുറച്ചങ്ങ് വറ്റി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം. എന്നിട്ട് മൂടി തുറക്കുന്ന സമയത്ത് ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഇതിലേക്ക് പുഴുങ്ങി വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കുറച്ച് കറിവേപ്പിലയിട്ട് ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് നല്ലപോലെ പിടിക്കാനായിട്ട് ഒന്നുകൂടെ നന്നായി അങ്ങ് തിളപ്പിച്ചെടുത്താൽ തേങ്ങാപ്പാലും തക്കാളി ഒന്നും ചേർക്കാതെ തന്നെ ചാറൊക്കെ കുറുകിയിട്ടുള്ള ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ടക്കറി കിട്ടും കേട്ടോ.